Hi everyone, I'm Navshika and I'm from Kannur. I'm 28 years old and I've been working as an English teacher for the past 4 years. നിങ്ങൾ വിചാരിക്കണം ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു ഇൻട്രോ തന്നതല്ലേ? ബിക്കോസ് നമ്മുടെ ലൈഫിൽ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതിപ്പോൾ ആരായാലും, ഒരു സ്റ്റുഡൻ്റ് ആയാലും, അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും, ഒരു ജോലി നോക്കുന്ന ഒരാളാണെങ്കിലും, വീട്ടമ്മയാണെങ്കിലും, അല്ലെങ്കിൽ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും നമ്മുടെ ലൈഫിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ എങ്ങനെയായാലും വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. സോ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരാളെ ഗ്രീറ്റ് ചെയ്യണം. അതായത് ആരാണോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് അവരോട് നമ്മൾ ഗ്രീറ്റ് ചെയ്യണം. ഗ്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഹായ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇപ്പം ഗുഡ് മോർണിംഗ് പറയാം, ഗുഡ് ആഫ്റ്റർനൂൺ പറയാം, അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് പറയാം, ഡിപ്പെൻഡിങ് ഓൺ ദ ടൈം. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നെയിം വെച്ചിട്ടാണ്. ഫോർമലായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം മൈ നെയിം ഈസ് എന്ന് വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ മൈ നെയിം ഇസ് നവ്ഷിക, അല്ലെങ്കിൽ ഐ എം നവ്ഷിക എന്ന് പറയാം ഷോർട്ടാക്കിയിട്ട്. ഇനിയിപ്പോൾ നിങ്ങളൊരു ലാർജ് ഓഡിയൻസിനാണ് ഫേസ് ചെയ്യുന്നത്, അതിൽ കുറച്ച് പേർക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നുള്ളൂ, ബാക്കിയുള്ളവർക്ക് നിങ്ങളെ കേൾക്കാനേ പറ്റുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് പറയാം ദിസ് ഈസ് നവ്ഷിക ഹിയർ എന്ന് പറയാം. ചില കേസിൽ നമ്മൾ ഫോണിലാണെങ്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് നവ്ഷിക ഹിയർ എന്ന് പറയും, അല്ലേ, ദിസ് ഇസ് ആ പേഴ്സണിൻ്റെ പേര്. അത് കഴിഞ്ഞ് നമ്മൾ ലൊക്കേഷനാണ് പറയാം, അതായത് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഐ എം ഫ്രം എന്ന് നിങ്ങളുടെ സ്ഥലം പറയാം. ഐ എം ഫ്രം കണ്ണൂർ, അല്ലെ ഐ എം ഫ്രം നിങ്ങളുടെ സ്റ്റേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് പറയാം. ചിലർ ജനിച്ചതും വളർന്നതും ഒരു സ്ഥലത്താണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ നിങ്ങളുടെ ആ പ്ലേസ് പറയാം. ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ കേരള എന്ന് പറയാം. ഇനി ചിലപ്പോൾ ചിലർ ജനിച്ചത് ഒരു സ്ഥലത്തും വളർന്നത് വേറൊരു സ്ഥലത്തും ആണെങ്കിൽ എങ്ങനെ പറയും? ഐ വാസ് ബോൺ ഇൻ കേരള ബട്ട് ബ്രോട്ടപ്പ് ഇൻ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് പറയാം. ഇപ്പോൾ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഐ വാസ് ബോൺ ഇൻ രാജസ്ഥാൻ ബട്ട് ബ്രോട്ടപ്പ് ഇൻ കേരള. ചിലർ ജനിച്ചതും വളർന്നതും ഒരു സ്ഥലത്താണെങ്കിലും ജീവിക്കുന്നത് വേറൊരു സ്ഥലത്തായിരിക്കും. അപ്പോൾ എങ്ങനെ പറയും? I grew up in Kerala but now live in Bangalore. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രോട്ട് അപ്പ് ആൻഡ് റേസ്ഡ് എന്ന് പറയുന്ന രണ്ട് യൂസേജസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് വൺ ഇസ് വർക്ക്. നമ്മൾ വർക്കിന് പറയുമ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഐ വർക്ക് അറ്റ് ഇംഗ്ലീഷ് ഹൗസ് ഇൻ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ്. അതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മളൊരു ഓർഗനൈസേഷനിൽ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടല്ലേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ വർക്ക് അറ്റ് അല്ലെങ്കിൽ വർക്ക് ഫോർ എന്ന് പറയണം. വർക്ക് ഇൻ പറയാൻ പാടില്ല. വർക്ക് ഇൻ നമ്മൾ പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റ് മെൻഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾ വർക്ക് ഇൻ പറയാം. എക്സാമ്പിൾ ഐ വർക്ക് ഇൻ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, ഐ വർക്ക് ഇൻ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ നമ്മളൊരു ലൊക്കേഷൻ പറയുമ്പോൾ നമുക്ക് വർക്ക് ഇൻ യൂസ് ചെയ്യാം. അതായത് ഐ വർക്ക് ഇൻ കാലിക്കറ്റ്, ഐ വർക്ക് ഇൻ ഹൈലൈറ്റ് ബിസിനസ് പാർക്ക്. അപ്പോൾ ലൊക്കേഷൻ പറയുമ്പോൾ നമ്മൾ ഇൻ പറയണം. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു കുറച്ച് വർഷമായി, ഇത്ര വർഷമായി ഞാൻ ഇന്നേ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ ഹാവ് ബീൻ വർക്കിംഗ് അറ്റ് ഇംഗ്ലീഷ് ഹൗസ് ഫോർ ദ ലാസ്റ്റ് 1 year. കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ ഇംഗ്ലീഷ് ഹൗസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ രണ്ട് യൂസേജ് ഉണ്ട്, രണ്ട് ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 2 years അല്ലെങ്കിൽ വർക്കിംഗ് ഫോർ 1 year എന്നാണെങ്കിൽ നിങ്ങൾ ഡ്യൂറേഷനാണ് പറയുന്നത്. നിങ്ങൾ ഡ്യൂറേഷൻ, അതായത് നിങ്ങൾക്ക് പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം അറിയില്ല, ഒരു ഡ്യൂറേഷനാണ് പറയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫോർ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്കൊരു പോയിന്റ് ഓഫ് ടൈം അറിയാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സിൻസ് യൂസ് ചെയ്യാം. അതായത് ഐ ബീൻ വർക്കിംഗ് സിൻസ് 2019, അതായത് 2019 മുതൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 4 വർഷമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ ബീൻ വർക്കിംഗ് ഫോർ 4 years എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഐ ആം എൻ ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ആം എൻ അക്കൗണ്ടൻറ്റ്, ഐ ആം മാനേജർ എന്ന് പറയാം. ഇനി ഐ വർക്ക് അറ്റ് ഇംഗ്ലീഷ് ഹൗസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വർക്ക് ആസ് എൻ ഇംഗ്ലീഷ് ടീച്ചർ. സിമ്പിളായിട്ട് ഇങ്ങനെയൊക്കെ പറയാം. ഇനി നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സേ ദാറ്റ് ഐ എം എ സ്റ്റുഡൻറ്റ്. ഇനി ഒരു അൺഎംപ്ലോയിഡ് ആണെങ്കിൽ ഐ എം എൻ അൺഎംപ്ലോയിഡ് പേഴ്സൺ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എം അൺഎംപ്ലോയിഡ് എന്ന് പറയാം. ഇനി ഒരു വീട്ടമ്മയാണെങ്കിൽ എന്ത് പറയും? ഐ ആം ആ ഹോം മേക്കർ എന്ന് പറയാം. കൂടുതൽ ആൾക്കാരും ഹൗസ് വൈഫ് എന്നാണ് യൂസ് ചെയ്യാറ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഹോം മേക്കർ എന്നാണ് യൂസ് ചെയ്യാം. അത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്, കുറച്ചുകൂടെ ബെറ്റർ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ക്വാളിഫിക്കേഷൻ പറയാം. ഇപ്പം നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പം കറൻ്റ്ലി സ്റ്റഡിയിങ് ആണ് എന്നാണല്ലോ പറയാം. അത് നമ്മളെങ്ങനെ പറയും? ഐ എം എൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എം എ മെഡിക്കൽ സ്റ്റുഡൻറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എം പെർസ്യൂയിങ് ഡിഗ്രി എന്ന് പറയാം. ഇനി നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷന് പറയും, അല്ലേ? അപ്പം നിങ്ങൾക്ക് ഐ എം എ BA ഗ്രാജുവേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എം എ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമ്മൾ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഇത്ര വർഷമായി ഞാൻ ഇന്നേ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് അറ്റ് ഇംഗ്ലീഷ് ഹൗസ് ഫോർ ദ ലാസ്റ്റ് 1 year. ഇനി നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ് മെൻഷൻ, ആദ്യം ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഓർഗനൈസേഷൻ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാം. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് അറ്റ് ഇംഗ്ലീഷ് ഹൗസ് ഫോർ ദ ലാസ്റ്റ് 1 year, അല്ലെങ്കിൽ സിൻസ് 2019 എന്ന് പറയാം. അല്ലെങ്കിൽ ഐ ഹാവ് 3 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ
ടീച്ചിങ് എന്ന് പറയാം. നിങ്ങളുടെ പ്രൊഫഷൻ അനുസരിച്ച് നിങ്ങൾക്ക് പറയാം ഐ ഹാവ് 3 years of experience in teaching എന്ന് പറയാം. എത്ര വർഷമാണ് ആ വർഷം നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഇനി നമ്മൾ ഫാമിലി മെൻഷൻ ചെയ്യുമ്പം യൂഷ്വലി നമ്മൾ പറയാറ് ദർ ആർ 4 members in my family അല്ലെങ്കിൽ ദർ ആർ 3 members in my family നമ്മൾ ആദ്യമൊക്കെ നമ്മൾ പറയാറ്. അത് മാറ്റിയിട്ട് നമുക്കിപ്പം ഐ എം ഫ്രം എ ഫാമിലി ഓഫ് 3 എന്ന് പറയാം, അല്ലെങ്കിൽ വി ആർ എ ഫാമിലി ഓഫ് 3 എന്ന് പറയാം. അത് ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ നിങ്ങളത് മാറ്റണം. ഇനി നിങ്ങൾ ഒരേ ഒരു കുട്ടിയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പറയും? ഐ എം എൻ ഓൺലി ചൈൽഡ് എന്ന് പറയും. ഇനി നിങ്ങൾക്ക് ഒരു 2 or 3 ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് സ്പെസിഫൈ ചെയ്യാണ്ട് നിങ്ങൾക്ക് സിബ്ലിങ്സ് മാത്രമാണ് പറയേണ്ടതെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ എം വൺ ഓഫ് 3 siblings. 3 siblings-ൽ ഒരാളാണ് ഞാൻ. അപ്പോൾ അത് അണ്ടർസ്റ്റുഡ് ആണ്. ഇനി നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യണം എനിക്ക് 2 സിസ്റ്റേഴ്സും 1 ബ്രദറും ഉണ്ടെന്നാണെങ്കിൽ ഐ ഹാവ് 1 brother and 2 sisters എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ ഏജിന് പറയും. ഏജ് നമുക്ക് ഫോർമലായിട്ട് പറയുകയാണെങ്കിൽ ഐ ആം 29 years old എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എം 30 years old എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാം ഐ എം 29 എന്ന് പറയാം. ഇനി എൻ്റെ 20-ൻ്റെ ഏർലി കുറച്ച്, അതായത് 20-21 അങ്ങനെയൊക്കെ ആണെങ്കിൽ ഐ എം ഇൻ മൈ ഏർലി 20s എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എം ഇൻ മൈ മിഡ് 20s, അല്ലെങ്കിൽ ഐ എം ഇൻ മൈ ലേറ്റ് 20s. അത് ഡിപ്പെൻഡിങ് ഓൺ നിങ്ങളുടെ ഏജ് നിങ്ങൾക്കത് മാറ്റിയെടുക്കാം. പിന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ ഹോബീസിനെ കുറിച്ചാണ്. ഹോബീസിനെ കുറിച്ച് പറയുമ്പം നമ്മൾ പറയുമ്പം ഐ ലൈക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് എന്ന് പറയാം. ഇനി നിങ്ങൾ ഭയങ്കര സോഷ്യലായിട്ടുള്ള ഒരാളാണ്, എല്ലാവരോടും മിണ്ടുന്ന ഇടപെടുന്ന ഒരാളാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സേ ദാറ്റ് ഐ എം എൻ ഔട്ട് ഗോയിങ് പേഴ്സൺ ആൻഡ് സോഷ്യലൈസിങ് എന്ന് പറയാം. ഇനി നിങ്ങൾക്ക് മ്യൂസിക്കിനോട് അല്ലെങ്കിൽ ഡാൻസിനോടൊക്കെ പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ ഹാവ് എ പാഷൻ ഫോർ മ്യൂസിക് എന്ന് പറയാം. ഇനി അത് 2 തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. ഐ ഹാവ് എ പാഷൻ ഫോർ മ്യൂസിക് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ആം പാഷനേറ്റ് അബൌട്ട് സിംഗിങ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പിന്നെ നിങ്ങൾ ഇപ്പം ചില കാര്യങ്ങൾ നമ്മൾ മിടുക്കികളായിരിക്കും അല്ലേ. അതായത് ഐ എം ഗുഡ് അറ്റ് കുക്കിംഗ് എന്ന് പറഞ്ഞ് ഞാൻ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ മിടുക്കിയാണ്. അല്ലെങ്കിൽ ഐ എം ഗുഡ് അറ്റ് ഡാൻസിങ്, ഞാൻ ഡാൻസിൻ്റെ കാര്യത്തിൽ മിടുക്കിയാണ്. ഐ എം ഗുഡ് അറ്റ് ഡാൻസിങ് അല്ലെങ്കിൽ ഐ എം ഗുഡ് അറ്റ് കുക്കിംഗ്. എപ്പോഴും ഗുഡ് അറ്റ് എന്നിട്ട് ING ഫോം വേണം യൂസ് ചെയ്യാൻ. ലാസ്റ്റ് മാരിറ്റൽ സ്റ്റേറ്റസ്. ഈ മാരിറ്റൽ സ്റ്റേറ്റസിൽ നമ്മൾ ഇപ്പം നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഐ എം സിംഗിൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എം മാരീഡ്, അല്ലെങ്കിൽ ഐ എം എൻഗേജ്ഡ്, ഐ എം ഡിവോഴ്സ്ഡ്. നിങ്ങളുടെ സ്റ്റേറ്റസ് അനുസരിച്ച് നിങ്ങൾക്ക് പറയാം. ഇനി നിങ്ങളിപ്പോൾ മാരേജ് ചെയ്തത് ഇന്ന ആളുമായിട്ടാണ് എന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ ഐ എം മാരീഡ് ടു എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിയുടെ പേര് പറയാം. അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷനാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പറയാം. ഓർമ്മിക്കേണ്ട കാര്യം മാരീഡ് വിത്ത് എന്ന് പറയരുത്, ദാറ്റ്സ് എ റോങ് യൂസേജ്. യു ഷുഡ് സേ ഐ എം മാരീഡ് ടു. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഐ എം മാരീഡ് ടു അമിത്. ഇനിയിപ്പോൾ നിങ്ങളൊരു ആക്ടർ അല്ലെങ്കിൽ ഒരു ഡോക്ടറെയാണ് മാരേജ് ചെയ്തിട്ടുള്ളതെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സേ ദാറ്റ് ഐ എം മാരീഡ് ടു എ ഡോക്ടർ എന്ന് വേണേൽ പറയാം. ഇനി ലാസ്റ്റ് നിങ്ങളിപ്പം ഭർത്താവ് മരിച്ചു പോയൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ എം എ വിഡോ എന്ന് പറയാം. ഇനി ഭാര്യ മരിച്ചു പോയൊരു ഭർത്താവാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ എം എ വിഡോ എന്ന് പറയാം. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇംഗ്ലീഷ് ഹൗസിൻ്റെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. English House. English at your fingertips.